എന്നെ തടയരുത്, എന്നെ തടയാൻ നീ ആര്? ചേച്ചി പ്ലീസ്, മോസ്റ്റ് വെൽക്കം. ഞങ്ങള് റീന ചേച്ചിയുടെ വേറിട്ടൊരു മുഖം കണ്ടതിന്റെ ഒരു ഷോക്കിലാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത്. അതായത് നമ്മളെല്ലാവരും റീന ചേച്ചീനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരുപാട് ഫണ്ണി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ചേച്ചിയായിട്ട് കണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം ഭയങ്കര ഒരു സീരിയസ് ക്യാരക്ടറിൽ കണ്ടതിന്റെ ഒരു ഷോക്ക് ഞങ്ങൾക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഇപ്പോ ഈ ഇടയ്ക്ക് ജിബി ഗോപാലൻ ചെയ്ത ഒരു കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 13 minutes ഉള്ള ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ ഈയിടെ റിലീസായി. അപ്പൊ അതില് ദർശനയുടെ അമ്മയായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. അപ്പൊ അതില് പലരും അത് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഇങ്ങനെയും കഥാപാത്രം ചെയ്യാൻ പറ്റുമോ. ആ ഷോർട്ട് മൂവിയുടെ പേര് കോഫി എന്നായിരുന്നു. ജിബി ഗോപാലനാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ വിപിൻ ഭരത്തായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതെ, അപ്പോൾ ജിബി അത് നന്നായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അതിലെടുത്ത ഈച്ച് മൂമെന്റ് അതൊരു ടീം വർക്ക് ആയിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ദർശിനി ആണെങ്കിലും ഞാനാണെങ്കിലും ജിബി ആണെങ്കിലും വിപിൻ ആണെങ്കിലും അതെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചെയ്ത ഒരു വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ത്രെഡാണ് അതിലെടുത്ത് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ ആ കഥാപാത്രത്തെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു എന്നത് എനിക്കും അഭിമാനം തരുന്നു, അത് കാണുന്നവർക്കും അഭിമാനമുണ്ട്. രണ്ടുപേരുടെയും അമ്മയും മോളുമാണ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കുന്നത്. അതെ, നിങ്ങളുടെ ആ ഒരു അഭിനയ സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഫീലിംഗ്? ശരിക്കും എനിക്ക് അമ്മയെ പോലെ തന്നെ ഫീൽ ചെയ്തിരുന്നു. നല്ല കെയറിങ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ, നമ്മളെ കാണുമ്പോൾ മോനെ എന്തെടുക്കുക ചോദിക്കുന്ന ഒരു കെയറിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു എന്താ പറയാ, നമുക്ക് അവിടെ ഇരുന്ന് അഭിനയിക്കുമ്പോൾ ശരിക്കും ഒരു അമ്മ വന്നിരിക്കുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും, അതൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതെ, അതെനിക്കും അത് ഫീൽ ചെയ്തു. പിന്നെ ദർശിനി ആണെങ്കിലും അതേപോലെ തന്നെ, അതായത് ആ ഒരു മകളെന്നുള്ള നിലയിൽ ആ കഥാപാത്രത്തോട് ഒരുപാട് നീതി പുലർത്തി ചെയ്തു. പിന്നെ ആ ഒരു എക്സ്പ്രഷൻ ആകട്ടെ അത് ഒരുപാട് വട്ടം അവർ ഷൂട്ട് ചെയ്തതായിരുന്നു. പക്ഷെ എങ്കിലും ഒരുപാട് വട്ടം ഷൂട്ട് ചെയ്തു. എന്നിട്ടും ദർശനിക്ക് ആ ഭാവം മുഖത്ത് വന്നു. ആ ഒരു എക്സ്പ്രഷൻ എന്തുകൊണ്ടോ നമ്മളൊരു ഫാമിലി പോലെ അത് ചെയ്ത ഒരു സംരംഭമായിരുന്നു. അത് ഒരുപാട് അഭിമാനത്തോടുകൂടെ ദർശിയാണെങ്കിലും ഞാനാണെങ്കിലും അത് ഏറ്റെടുക്കുകയാണ്. ചേച്ചി ഇനിയിപ്പോ ലൈഫിൽ ഇതുപോലുള്ള നല്ല ക്യാരക്ടർ വേണ്ടി ചെയ്യുന്നുണ്ടോ? 100%. എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അലിയൻസിൽ അഭിനയിച്ചിരുന്ന ആ ഒരു എപ്പിസോഡ് വൈറലായതുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷെ പല ഓഫേഴ്സും വന്നെങ്കിലും ഞാനിപ്പോൾ അവിടെ ഇല്ലല്ലോ. അപ്പൊ നാട്ടിലില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് താല്പര്യമുണ്ട് ചെയ്യാൻ. ഞാനിപ്പോ അടുത്ത് അതെ, ബിഗ് ബോസിൽ ഒരുപാട് പേര് ഇപ്പൊ യൂട്യൂബിലാകട്ടെ അല്ലെങ്കിൽ ഇപ്പം അതിലെല്ലാം ഇങ്ങനെ ബിഗ് ബോസിലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ വിളി ഇതുവരെ വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് എല്ലാവരും പറയുന്നു അത് എക്സ്പെക്ട് ചെയ്യണം ചേച്ചി, അതിലേക്ക് പോകണം എന്ന്. എനിക്ക് തോന്നുന്നു എൻ്റെ നല്ലവരായ പ്രേക്ഷകര് അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോകൂ, അതിൽ വിജയിച്ച് വരും ചേച്ചി, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷമുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയാം. എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആവട്ടെ ചേച്ചി. ഉയരങ്ങളിൽ എത്തിക്കൊണ്ട് നമുക്ക് വളരെ പ്രൗഡ് ഓഫ് പറയാലോ. ഒരുപാട് ചോദ്യങ്ങൾ അല്ല, നമുക്ക് ഒരു ഫണ്ട്, അതായത് ഈ കോഫി എന്ന ഒരു ഷോർട്ട് ഫിലിം അത് എത്രത്തോളം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നറിയുന്നതില് അതിലായിരിക്കണം നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്ര പേര് ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, എന്താണ് അതിലുള്ള ആ ഒരു 13 മിനിറ്റുള്ള ആ ഒരു ത്രെഡ്. എനിക്ക് തോന്നിയത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ, അതായത് ഇപ്പൊ UK മനുഷ്യർ അനുഭവിക്കുന്ന ആ ഒരു പിരിമുറുക്കം, അല്ലെങ്കിൽ ഒരുപാട് ഫാമിലി, നമ്മൾ എന്താണ് ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെന്റിൽ നമുക്കിപ്പം പൈസയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒന്നുമല്ല, പക്ഷെ ഒന്ന് നമ്മുടെ തോളിൽ തട്ടിയിട്ട് ഒരു സമാധാനം, ഓക്കെ പോട്ടെ, നമുക്ക് ലൈഫിൽ ഇനിയും നമുക്ക് ജീവിക്കണം. ആ ഒരു ഇൻസ്പിറേഷണൽ മൊമെന്റ്
അത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് UK യിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതില്ലേ ഇല്ല. പക്ഷേ ആ കിട്ടാത്തവർ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ലൈഫിനെ ഫൈറ്റ് ചെയ്ത കുറേ വ്യക്തികൾ ഉണ്ടാവാം. പക്ഷെ അതിലുള്ള അങ്ങനെ ഫൈറ്റ് ചെയ്ത് വരാനുള്ള നിമിത്തം അതായിരിക്കാം ഈ കോഫിയുടെ ഒരു പ്രത്യേകതയെ ഞാൻ പറയും. 4 strangers വന്നിട്ട് ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്ന ഒരു ടെലിഫിലിം. അതായത് ഈ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് 4 strangers ആണ്, ഒരു പരിചയമില്ലാത്ത 4 strangers ആണ് അവസാനം ഒത്തുകൂടി പരസ്പര ആശ്വാസമാകുന്നത്. അല്ല, ഈ ലോകത്ത് അത് ഇല്ലാത്തൊരു സംഭവമാണ്. എസ്പെഷ്യലി നമ്മൾ UK യിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ആർക്കും സമയമില്ല. എല്ലാവരും ഓൺ സെൽഫ് ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ച് നേരം ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കാനോ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ തന്നെ ഒരുപാട് നേരം ഇരിക്കാനൊന്നും ആർക്കും സമയമില്ല. അപ്പോ അതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾക്ക് കിട്ടുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കാം ഈ ഒരു വളരെ ഭംഗിയായിട്ട് തന്നെ ബിപിൻ കാരത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തിരുന്നു. നല്ലൊരു ക്യാരക്ടർ പുള്ളി അതിൽ നിന്നൊരു ബ്രഹ്മാണ്ഡ ചിത്രത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നത്. അതെ, ദർശിനിയാണെങ്കിലും ഓരോ കഥാപാത്രവും എനിക്കതിൽ ഇപ്പൊ ഞാൻ അങ്ങനെ നമുക്ക് ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ആകട്ടെ, ഒരു ഫിലിം ആകുമ്പോൾ അതൊരു ടീം വർക്കാണ്. ഇപ്പൊ ഓരോ കഥാപാത്രവും അതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താണ് ഫുൾ ഡെപ്ത് ഉൾക്കൊണ്ട് തന്നെ ഓരോരുത്തരും ചെയ്തു എന്നതാണ് അതിന്റെ വിജയം. പിന്നെ വേറൊന്നും അതിന്റെ ഫോട്ടോഗ്രാഫി. ഞങ്ങൾ രണ്ടുപേര്, ജിബി, വിപിൻ, പിന്നെ അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി എനിക്ക് ദിവ്യ, പിന്നെ വേറൊരു അതായത് ആ വൈറ്റ് ലേഡി എന്ന് പറയുന്നത് പുള്ളിക്കാരി വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഹിലാരി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഒരു ഡയറക്ടർ ചെയ്തത്. അവര് വളരെ ഭംഗിയായിട്ട് അത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഞെട്ടുന്ന രീതിയിൽ അവർ അഭിനയിച്ചു. അത് നന്നായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങൾ എല്ലാവരെയും എന്താ പറയാ, ഞങ്ങളൊക്കെ അഭിനയിക്കാൻ അറിയുമോ എന്ന് പറയും. പക്ഷെ പുള്ളിക്കാരത്തി വളരെ നന്നായിട്ട് ഒരു കരയിലൊക്കെ നമുക്ക് തന്നെ തോന്നിപ്പോയി സത്യമാണോ ഒരു പറയുന്നേക്ക്. ആ രീതിയിൽ തന്നെ അവർ നന്നായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെയാണ് ക്യാമറ ചെയ്തത് വരുൺ, ഫുൾ നെയിം നമ്മൾ പോയി, വരുൺ ആയിരുന്നു. നന്നായിട്ട് അതിന്റെ വ്യൂയിങ് വിഷ്വൽസും ഒക്കെ നന്നായിട്ട് വരുൺ അത് കോപ്പി ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിബി സാറ് നന്നായിട്ട് സംഭവം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി നമ്മുടെ ഈ ചാറ്റ് വിത്ത് റീന എന്ന പ്രോഗ്രാമിൽ LMR ഒരുപാട് തിരക്കുള്ള ഒരാളാണ്. നമുക്ക് വേണ്ടി ഇത്ര നേരം മാറ്റിവെച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം എല്ലാവരും ചേച്ചിയുടെ ഡാൻസ്, അതുപോലെ ചേച്ചിയുടെ ഒരുപാട് തമാശകളൊക്കെ ഉണ്ട്. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംസാരമായി. നമ്മൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം ചേച്ചി സമയം മാറ്റി. താങ്ക് യു. എന്തായാലും വളരെ നന്ദി, നിങ്ങളോടൊപ്പം കുറച്ച് നല്ല നിമിഷങ്ങൾ പങ്കെടുക്കാൻ പറ്റി. താങ്ക് യു. താങ്ക്സ് സോ മച്ച് ഓൾ. താങ്ക് യു.